ഹായ്, ഞാൻ ഹന. ഞാൻ JP'sലെ 2023 റിപ്പീറ്റേഴ്സ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഞാനൊരു ഫസ്റ്റ് ടൈം റിപ്പീറ്ററാണ്. അതുകൊണ്ട് ഞാൻ JP'സിലേക്ക് വരുന്നത് തന്നെ കുറേ റിപ്പീറ്റേഴ്സ് ലൈഫിൻ്റെ ഐഡിയാസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടായിരുന്നു. ഒരു റിപ്പീറ്റർ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ തലയിലുണ്ടായിരുന്നത് ടെൻഷൻ, സ്ട്രെസ്, ഒരു കൊല്ലം ഫുൾ ഇരുന്ന് പഠിപ്പ്, ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ JP'സിലെ ഫസ്റ്റ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആ തലയിലുണ്ടായിരുന്ന ഐഡിയാസൊക്കെ പോയി. ഫസ്റ്റ് ക്ലാസ് എന്ന് തന്നെ എന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ച് ഇൻവോൾവ് ആക്കിയിട്ട് അതിന് മാക്സിമം ബെസ്റ്റ് JP's ചെയ്തു. അപ്പോൾ തന്നെ മനസ്സിലുണ്ടാവുന്ന ഒരു പേടിയും ഹോപ്പ് സിക്നെസ് ഒക്കെ പോയി. JP'സിൽ എൻ്റെ ഫസ്റ്റ് ക്ലാസ് ബയോളജി ആയിരുന്നു. അപ്പോൾ ഒരു റിപ്പീറ്റേഴ്സ് സ്റ്റുഡൻറ്റിന് നോർമലി ബയോളജി ഒരു ബോറിങ് സബ്ജക്റ്റാണ്. അത് ഓൾറെഡി പഠിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ JP'സിൽ ഫസ്റ്റ് ഓരോ ബയോളജി ലെസൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഫീലായിരുന്നു. ബിക്കോസ് ആ ചാപ്റ്ററിൻ്റെ നമ്മൾ കാണാത്ത ഭാഗം പോലും ഏറ്റവും കോൺസെപ്റ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് ഇവിടെ സാറുമാർ നമ്മൾ വിടുള്ളൂ. അത് പ്യോർലി NCERT, സ്ട്രിക്ട്ലി NCERT എന്നൊരു രീതിയാണ് ഇവിടെ. അതുപോലെ തന്നെ ഫിസിക്സ് എന്ന് പറയുന്ന ഏതൊരു നീറ്റ് ആസ്പിറൻറ്റ്, സൂപ്പർ റിപ്പീറ്റർ, റിപ്പീറ്റർ ആയാലും ഒരു പേടി സ്വപ്നമായ സബ്ജക്റ്റ്. അതുപോലത്തെ ഒരു സബ്ജക്റ്റിനെ ഇവിടുത്തെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഫേവറേറ്റ് സബ്ജക്റ്റ് ആക്കാൻ മാത്രം അത്രയും കഴിവുള്ള ഫിസിക്സ് ടീച്ചേഴ്സ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടി. ഒരു ക്ലാസ്സിൽ 50 കിഡ്സ് ഉണ്ടെങ്കിൽ ആ 50 കുട്ടികളുടെയും കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ എന്നൊരു രീതിയായിരുന്നു. എന്നിട്ടും നമുക്ക് ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് ഏതൊരു സബ്ജക്റ്റാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പേഴ്സണൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ടീച്ചേഴ്സ് ഇവിടെ തരാൻ റെഡിയാണ്. ബ്രേക്ക് ടൈം ആയാലും ക്ലാസ് കഴിഞ്ഞിട്ടായാലും എത്ര ലേറ്റ് വേണം നിന്നിട്ട് നമുക്ക് ഇത് മനസ്സിലാവാണ്ട് പോവില്ല എന്നൊരു രീതിയായിരുന്നു. അത് ഫ്രം ദ ബേസ്. കെമിസ്ട്രി എനിക്ക് നോർമലി ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റിന് ഫ്രം ദ ബേസ് പഠിപ്പിച്ച ഓരോ ചാപ്റ്ററും എനിക്ക് റെഡി ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ മൂവ് ഓൺ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നീറ്റ് ഓക്കെ നമ്മളിത് റെഡി ആവുമോ എന്നുള്ള ടെൻഷൻ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും അത്രയും ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ടെൻഷൻ പോവും. JP'സിൽ എവറി വീക്ക് ഞങ്ങൾക്ക് ഇവിടെ മോക്ക് ടെസ്റ്റ് കിട്ടാറുണ്ട്. MCQ ബേസ്ഡ് എക്സാക്ട് നീറ്റ് സിലബസ് രീതിയിൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് അപ്പോൾ ആ വീക്ക് തന്നെ ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിൽ സെയിം മോക്ക് ടെസ്റ്റ് നടത്തും എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ ഈ MCQ ചെയ്യാൻ നമ്മുടെ പേടി അതൊക്കെ തന്നെ ആ ഒരു മോക്ക് ടെസ്റ്റിൽ തന്നെ ക്ലിയർ ആയി വന്നുകൊണ്ടിരിക്കും. JP'സിൻ്റെ ഏറ്റവും വലിയ അസറ്റ് തന്നെ JP'സിലെ ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫാണ്. ടീച്ചേഴ്സ് ആവട്ടെ, ഫാക്കൽറ്റി ആവട്ടെ, ഹോസ്റ്റൽ വാർഡൻ ആവട്ടെ, എല്ലാവരും ഈ നീറ്റ് എന്നൊരു 1 year ജേർണി അല്ലെങ്കിൽ നമ്മുടെ ഫുൾ നീറ്റ് എഴുതുന്നവരുടെ ജേർണിയിൽ എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കൊക്കെ തോന്നിപ്പോവും നമ്മളായിട്ടും കൂടുതൽ നമുക്ക് നീറ്റ് ഇടുന്ന ആഗ്രഹിക്കുന്നവരാണ്. കാരണം അത്രയും സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ തന്നിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. അത് നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള പ്രഷർ ആയാലും ഇമോഷണൽ സ്ട്രെസ് ആയിട്ടുള്ളതായാലും ഒക്കെ നമുക്ക് ഓപ്പണായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെൻറ്റ് JP's തന്നിട്ടുണ്ട്. അത് പഠിക്കുന്ന കാര്യത്തിലായാലും ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഇവിടെ JP's റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും അടിക്കേണ്ടി വന്നില്ല എനിക്കിതുവരെ. ഞാൻ JP'സിലേക്ക് ഒരാളുടെ റിലേറ്റീവിൻ്റെ അഡ്വൈസ് കൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഈ ഒരു 1 year ജേർണി എനിക്ക് ഇപ്പോൾ തന്നെ തോന്നിത്തുടങ്ങിയത് എനിക്ക് ഇക്കൊല്ലം എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ബെസ്റ്റ് ചോയ്സ് JP's ആയിരുന്നു. ഇക്കൊല്ലം നീറ്റ് എനിക്കെന്ന് മാത്രമല്ല എൻ്റെ ക്ലാസ്സിലെ 50 കിഡ്സിനാണെങ്കിൽ 50 കിഡ്സിനും ഇക്കൊല്ലം നീറ്റ് കംപ്ലീറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയതാണ്. അതിന് മെയിൻ കാരണം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് everyone. അത് ഫുൾ ക്രെഡിറ്റ് അവർക്ക് അതിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് JP's തന്നെയാവും.